Let's try to solve a mysterious piece of art found on Kozhikode beach. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിസ്റ്റീരിയസ് പീസ് ഓഫ് ആർട്ട് വർക്ക്. ഇത് ശരിക്കും ഏതോ ഒരു പ്രതിമേൻ്റെ സ്കെലിറ്റൺ സ്ട്രക്ചറാണെന്നാണ് കണ്ടിട്ട് പോകുന്നത്. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയ ഏതോ ഒരു പ്രതിമയുടെ സ്കെലിറ്റൺ സ്ട്രക്ചറാണ്. ഈ കാണുന്നത് സ്കെലിറ്റൺ സ്ട്രക്ചർ മാത്രമാണ്. ഇത് ഫിനിഷ് ചെയ്തത് ചിലപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ ക്ലേ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇതെന്തായാലും ബീച്ചിലേക്ക് തിരമാല കൊണ്ടുവന്നതാണ്, കടലിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ ആ ഒരു ഔട്ടർ കവറിങ് വെള്ളത്തിൽ അലിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ തിരമാലയൊക്കെ അടിച്ച് അങ്ങനെ അടർന്നു പോയതായിരിക്കാം. നമ്മൾ കോഴിക്കോട് ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കുറേ സ്കെലിറ്റൺ സ്ട്രക്ചേഴ്സ് കാണാം. എന്തായാലും കുറേ എണ്ണം കണ്ടതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പുഴയിലോ അല്ലെങ്കിൽ കടലിലോ ഒക്കെ ഒഴുക്കിയതായിരിക്കാം ഈ പ്രതിമകളെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു സ്കെലിറ്റൺ സ്ട്രക്ചറിന് അധികം കാലപ്പഴക്കമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ അടുത്ത് നടന്ന ഏതോ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിക്കപ്പെട്ട പ്രതിമയുടെ സ്കെലിറ്റൺ സ്ട്രക്ചർ തന്നെയായിരിക്കാം ഇത്. ഈ അടുത്ത് ഗണേഷ് വിസർജൻ നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സ്കെലിറ്റൺ സ്ട്രക്ചർ ലോർഡ് ഗണേശയുടെ പ്രതിമയുടെ സ്കെലിറ്റൺ സ്ട്രക്ചർ ആകാനാണ് ചാൻസ്.